ആകാശവാണി തിരുവനന്തപുരം, കോഴിക്കോട്. ഒതല്ലോ, ഷേക്സ്പിയർ മഹാകവിയുടെ പ്രസിദ്ധ നാടകത്തിന്റെ റേഡിയോ ആവിഷ്കരണം. റേഡിയോ ശില്പമാക്കിയത് കൈനിക്കര എം കുമാരപിള്ള. ഒതല്ലോ. ഇതാ പ്രഭാൻഷിയുടെ വീട്. വിളിക്കണം. ഞാൻ വിളിക്കും. വിളിക്കണം. മാളിക തകരണം, ആകാശം വിറയ്ക്കണം. അങ്ങനെ വിളിക്കണം. പ്രഭാൻഷ പ്രഭുവേ, ഉണരോ, എണീക്കോ. പ്രഭാൻഷ. അയ്യോ, കള്ളന്മാർ, കള്ളന്മാർ, നിങ്ങളുടെ വീട്, എണീക്കോ. നിങ്ങളുടെ മകൾ, നിങ്ങളുടെ പണം കള്ളന്മാർ, പിടിച്ചോ. ഉണരോ. എന്താ അവിടെ ഒരു ബഹളം? പ്രഭു, വീട്ടിലുള്ളവരെല്ലാം അകത്തുണ്ടോ? വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ടോ? എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? മുഴുവൻ കൊണ്ടുപോയി. അഭിമാനം വേണമെങ്കിൽ വേഗം ഉടുപ്പെടുത്തിടണം. ഇറങ്ങണം. നിങ്ങളുടെ ഹൃദയം തകർന്നു, ആത്മാവിൽ പാതി നശിച്ചു. ഒന്ന് ഇറങ്ങണം. പ്രഭു, പ്രഭു, അങ്ങയുടെ പുത്രി ഡെസ്റ്റമോണ ആരും അറിയാതെ ആ കറമ്പൻ മൂർ ഒതല്ലോ പ്രാപിച്ചിരിക്കുന്നു. ചതിച്ചോ? എന്റെ മകൾ, എന്റെ മകൾ. ആരവിടെ? വിളക്ക് കൊളുത്തി ഒരു വെളിച്ചം, ഒരു വെളിച്ചം ഇവിടെ കൊണ്ടുവാ. എല്ലാവരെയും വിളിച്ചുണർത്തി. ആയുധങ്ങൾ എടുക്കി. വേഗം, വേഗം ഒരു വിളക്ക്. നിങ്ങൾ പോകണോ? ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. തിരുമേനി, ഇതാണ് ഞങ്ങളുടെ പ്രണയകഥ. ഞാൻ തരണം ചെയ്ത നിരവധി ആപത്തുകളെ ഓർത്ത് ഡെസ്റ്റിമോണ എന്നെയും, അവൾ എന്നോട് കാണിച്ച അകമഴിഞ്ഞ അനുകമ്പയോർത്ത് ഞാൻ അവളെയും സ്നേഹിച്ചു. ഇത്രമാത്രമാണ് ഞാൻ പ്രയോഗിച്ച ആഭിചാരം. ഇപ്പറഞ്ഞതുപോലെ ഒരു കഥ പറഞ്ഞു കേൾപ്പിച്ചാൽ എൻ്റെ മകളും ആ കാഥികനിൽ അനുരക്തയായി പോകും. പ്രഭാൻഷിയോ, ഈ സംഗതിയിൽ അങ്ങേക്കുള്ള അതൃപ്തിയും വിരോധവും ത്യജിക്കുന്നതാണ് യുക്തം. ഡെസ്ഡമോണ, ഇവിടെ നിൽക്കുന്നവരിൽ നീ ഏറ്റവും അധികം അനുസരിക്കേണ്ടത് ആരെയാണ്? അച്ഛാ, എൻ്റെ കർത്തവ്യം ഇവിടെ ഭിന്നിക്കുന്നതായി ഞാൻ കാണുന്നു. എൻ്റെ ജീവനും ശിക്ഷണത്തിനും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. രണ്ടും അങ്ങേ അനുസരിക്കേണ്ടവളാണ് ഞാൻ എന്നെന്നെ മനസ്സിലാക്കുന്നു. എന്നാൽ ഇതാ നിൽക്കുന്നു എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ. അവരുടെ പിതാവിനും ഉപരിയായി അച്ഛനെ ഗണിച്ച് അച്ഛനോട് അനുഷ്ഠിച്ച ധർമ്മം എൻ്റെ ഭർത്താവായ ഇദ്ദേഹത്തോട് കാണിക്കാൻ ഞാനും കടപ്പെട്ടവളാണ്. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. തിരുമേനി, എനിക്കിനി യാതൊന്നും പറയാനില്ല. തൃപ്തിയായി. മൂറേ, ഇവിടെ വരൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അധീനയായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തരികയില്ലായിരുന്ന ഇവളെ ഇതാ ഞാൻ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് തരുന്നു. എൻ്റെ വിലമതിക്കാത്ത മകളെ, എനിക്ക് വേറൊരു മകൾ കൂടി നിന്റെ സഹോദരിയായി ഇല്ലാത്തതിൽ ഞാൻ സർവാത്മന സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഈ തോന്യാസം അവളുടെ കാലിൽ ചങ്ങലയിടുന്നതിനുള്ള കാഠിന്യം എന്നിൽ ജനിപ്പിക്കുമായിരുന്നു. തിരുമേനി, എനിക്കിനി യാതൊന്നും പറയാനില്ല. പ്രഭു, കഴിഞ്ഞത് കഴിഞ്ഞു. അതോർത്ത് വെറുതെ മനസ്സ് പുണ്ണാക്കരുത്. ഒതല്ലോ, നിങ്ങളുടെ നവമായ ഈ ആനന്ദത്തിന് മങ്ങലണയ്ക്കുന്ന ഒരു ജോലിക്കാണല്ലോ ഇപ്പോൾ നിങ്ങളെ നിയോഗിക്കേണ്ടിയിരിക്കുന്നത്. അത് സാരമില്ല തിരുമേനി. തിരുമേനി, എൻ്റെ ഭർത്താവിനെ അനുഗമിക്കാൻ എന്നെ അനുവദിക്കണം. ഞാൻ ഒഥല്ലോയുടെ ആകൃതി കണ്ടത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ മനസ്സിലാണ്. അതിൻ്റെ മുൻപിൽ ഇതാ എൻ്റെ ആത്മാവും ഭാവിയും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ എവിടെയും അനുഗമിക്കുകയാണ് എൻ്റെ ധർമ്മം. എങ്കിൽ അങ്ങനെയാകട്ടെ. ഏതായാലും സൈപ്രസിലേക്കുള്ള യാത്ര അമാന്തിക്കരുത്. ഇപ്പോൾ തന്നെ തിരിക്കണം. അങ്ങനെ തന്നെ. യാഗോ, ഞാനിപ്പോൾ തന്നെ പോകുന്നു. അടുത്ത കപ്പലിൽ ഡെസ്റ്റിമോണിയെ കൂട്ടിക്കൊണ്ട് പോരണം. അവൾക്ക് ഒരു തോഴിയായി കൂടെ നിങ്ങളുടെ ഭാര്യ എമിലിയായും ഇരിക്കട്ടെ. മൂറേ, അവളെ സൂക്ഷിച്ചോളൂ. നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ. അവളുടെ അച്ഛനെ അവൾ ചതിച്ചു.
നിങ്ങളെയും അങ്ങനെ ചെയ്തേക്കും. അവളുടെ വിശ്വാസ്യതയ്ക്ക് പണയം എൻ്റെ ജീവൻ തന്നെ. വെന്നീസിൽ നിന്നും സൈപ്രസിന്റെ രക്ഷയ്ക്കായി വന്നെത്തിയിരിക്കുന്ന സേനാനായകൻ ഒഥല്ലോ അറിയിക്കുന്നതെന്നാൽ കഴിഞ്ഞ രാത്രിയിലെ കൊടുങ്കാറ്റിൽ ശത്രുക്കളായ തുർക്കികളുടെ കപ്പലുകളെല്ലാം തകർന്നിരിക്കുന്നു. എന്നാൽ ഞാനും അനുജന്മാരും ആപത്തൊന്നും കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മുടെ ഈ മഹാഭാഗ്യത്തിൽ സന്തോഷിക്കുക. മദ്യം കൊണ്ടുപോടാ, കൊണ്ടുപോവാ. കുടിക്കണം, ചുമ്മാ കുടിക്കണം. ഞാൻ കുടിച്ചിട്ടും മറ്റുമില്ല. സത്യം, ഈശ്വരനാണ് സത്യം. ഇതെന്റെ കുടിക്കേരൻ ഈയാകും. ഇതെന്റെ വലത്ത് കൈ, ഇതെന്റെ ഇടത്ത് കൈ. സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. ഇതാ ഞാൻ 100 നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ സ്പഷ്ടമായി സംസാരിക്കുന്നില്ലേ? അതല്ലേ പറഞ്ഞത്. ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ പാറ നോക്കാൻ പോകുന്നു. മതി. എന്താണ് കാര്യം? ഈ പ്രതിക്കാണ് എന്നെ എന്റെ കൃത്യം പഠിപ്പിക്കുന്നത്. നിന്നെ ഞാൻ അടിച്ച് എന്നാണ് കുറച്ച് ഛേദമുണ്ട്. തറുല്ല പറയണം. അരുത് വിടന്നെ, അല്ലെങ്കിൽ തന്റെ കഥ ഞാൻ ആദ്യം കഴിക്കും. ഏയ് നിർത്തണം, നിങ്ങൾക്ക് നല്ല ബോധമില്ല. ഉണ്ടായിരുന്നോ? എന്തു പറഞ്ഞു? എന്നെ എന്നോടാ നീ മദ്യപിനെന്ന് വിളിച്ചത്. എന്നാൽ ഇതാ പിടിച്ചോളൂ. ബഹളം നടക്കുന്നെന്ന് എല്ലായിടത്തും വിളിച്ചു. മണി അടിക്കൂ. അയ്യോ വിനായിക, മുണ്ടാനോ, അരുത്, നിർത്തി. അയ്യോ സഹായിക്കണേ, വരിനോ, ഓടി വരിനോ. നടങ്ങി. ആരാ മണിയടിക്കുന്നത്? കഷ്ടമായി, നഗരം മുഴുവൻ ഇത് അറിയുമല്ലോ. ഈശ്വര, വിനായിക, മുണ്ടാനോ, ഒന്ന് നിർത്തി. അയ്യോ സേനാനായകൻ, സേനാനായകൻ, നിർത്തി, നിർത്തി. ആരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി. നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? ആ നിമിഷത്തിൽ ശവം. യാഗോ, എന്താണ് ഇവിടെ നടന്നത്? ആരാണിത് ആരംഭിച്ചത്? സത്യം പറയും. എനിക്കൊന്നും അറിഞ്ഞുകൂടെ. ഇതുവരെയും ചെങ്ങാതികൾ. എന്ത് രമ്യതയായിരുന്നു. അപ്പോഴുണ്ട് പെട്ടെന്ന് വാളൂരി യുദ്ധവും തുടങ്ങി. ഈ കാര്യമില്ലാത്ത കലാപത്തിന്റെ ആരംഭമൊന്നും എനിക്കറിഞ്ഞുകൂടാ. കാഷ്യോ, ഓഹോ, ക്ഷമിക്കണം, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. മൊണ്ടാനോ, നായക, അപായകരമാവണ്ണം എനിക്ക് മുറിവ് പറ്റിയിരിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ വയ്യ. എല്ലാം എല്ലാം യാഗോ പറയും. രാത്രി സമയത്ത് യുദ്ധം ഏത് നിമിഷത്തിലാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൽ പാറാവു സ്ഥലത്ത് വെച്ച് തന്നെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഷണ്ഠ കൂട്ടുക. ഇതിൽ പരം ഒരു അക്രമം ആലോചിക്കാൻ കൂടി വയ്യ. ഈ കലഹത്തിൻ്റെ കാരണക്കാരൻ ആരായിരുന്നാലും, എൻ്റെ ഇരട്ടവറ്റ സഹോദരൻ തന്നെ ആയിരുന്നാലും, കാരുണ്യത്തിൻ്റെ ലേശം പോലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഉപനായക, വല്ല മുറിവോ മറ്റോ പറ്റിയോ? ഓ, ഒരിക്കലും ഭേദമാകാത്തവണ്ണം. ഈശ്വര, അങ്ങനെ ആയിരിക്കരുതേ. എൻ്റെ സൽകീർത്തി, എൻ്റെ സൽകീർത്തി. അയ്യോ,
എൻ്റെ സൽകീർത്തി നഷ്ടമായിപ്പോയി. എൻ്റെ സ്വർഗീയ ഭാഗം നഷ്ടമായിപ്പോയി. ശേഷിക്കുന്നത് കേവലം മൃഗീയം. എൻ്റെ സൽകീർത്തി, യാഗോ, എൻ്റെ സൽകീർത്തി. ഭഗവാനെ, ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആപൽക്കരമായ എന്തോ മുറിവ് പറ്റിയെന്ന്. എൻ്റെ അപ്പ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈ സൽകീർത്തി വെറും മിഥ്യയാണ്. അർഹിക്കാതെ പലപ്പോഴും കിട്ടും, കാരണമില്ലാതെ നഷ്ടപ്പെടും. നിങ്ങൾക്കൊരു സൽകീർത്തിയും നഷ്ടമായിട്ടില്ല. നായകന്റെ അടുക്കൽ ചെന്ന് സങ്കടമുണർത്തിക്കണം. ഉത്തമനായ അദ്ദേഹത്തെ ഞാൻ വഞ്ചിച്ചു. മദ്യമേ, നിന്റെ പേര് പിശാചെന്നാണ്. ക്രമത്തിലധികം കുടിക്കുന്ന ഓരോ പാത്രവും ശപിക്കപ്പെട്ടതാണ്. അതിൽ തുളുമ്പുന്ന ദ്രാവകം പിശാചിന്റെ ആത്മാവ്. നല്ല മദ്യം ക്രമത്തിനുപയോഗിച്ചാൽ സൗമ്യനും സുഭകനുമായ ഒരു സുഹൃത്താണ്. അതിനെ ഇങ്ങനെ ശപിക്കരുത്. അത് പോകട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ സേനാധിപനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവരോട് കാര്യമെല്ലാം തുറന്നു പറയണം. യജമാനന്റെ അപ്രീതി അവർ നിശ്ശേഷം നീക്കുമെന്ന് ഞാൻ പന്തയം കെട്ടാം. പറഞ്ഞത് ശരിയാണ്. നാളെ രാവിലെ തന്നെ ആ ദേവിയുടെ പാദങ്ങളിൽ ഞാൻ എൻ്റെ സകല സങ്കടങ്ങളും സമർപ്പിക്കും. വന്ദനം. ഞാൻ പോകുന്നു. അതെനിക്ക് പിടിച്ചില്ല. യാഗോ, എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഒന്നുമില്ല പ്രഭു. അഥവാ ഇല്ല, എന്താണെന്ന് എനിക്ക് തന്നെ രൂപമില്ല. എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് ആ പോയത് കാഷ്യോ അല്ലേ? കാഷ്യോയോ? ഹേയ്, ഒരിക്കലും ആകാൻ തരമില്ല. അങ്ങ് വരുന്നത് കണ്ട് എന്തോ ഒരു വലിയ കുറ്റം ചെയ്തുകൊണ്ടിരുന്നവനെ പോലെ കാഷ്യോ പുറകോട്ട് വലിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താണ് നാഥ? പ്രിയേ, ഡെസ്ഡെമോണ, ഞാനേ ഒരു സങ്കടക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഷ്ടം, അയാൾ അവിടുത്തെ അപ്രിയം കൊണ്ട് ദുഃഖിച്ച് ചാകുന്നു. നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അല്ലേ, അങ്ങയുടെ ഉപനായകൻ കാഷ്യോ. അല്ലാതാര്? നാഥ, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, എനിക്ക് അങ്ങയുടെ മേൽ അല്പമെങ്കിലും സ്വാധീന ശക്തി ഉണ്ടെങ്കിൽ അയാളെ തിരിച്ചു വിളിക്കണം. അയാൾക്ക് അങ്ങയോട് എന്ത് സ്നേഹമാണ്! അയാൾ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ മനഃപൂർവ്വം ഒരിക്കലും ഒരു തെറ്റും ചെയ്യുകയില്ല. നാഥ, അയാളെ തിരിച്ചു വിളിക്കൂ. അയാൾ ഇപ്പോഴാണോ ഇവിടെ നിന്ന് പോയത്? അതെ. അയ്യോ, എത്ര സങ്കടപ്പെട്ടാണ് പോയതെന്നോ. എൻ്റെ നാഥ, അയാളെ തിരിച്ചു വിളിക്കൂ. ഇപ്പോൾ വേണ്ട, പിന്നീടാകട്ടെ. അധികം താമസിക്കുമോ? ഓമനി, നിനക്ക് വേണ്ടി കഴിയുന്നതും വേഗത്തിൽ. എന്നാൽ ഇന്ന് രാത്രി അത്താഴ സമയത്താകട്ടെ. ഇല്ല, ഇന്നൊക്കുകയില്ല. നാളെ ഉച്ചയ്ക്ക്? നാളെ ഉച്ചയ്ക്ക് ഞാനിവിടെ കാണുകയില്ല. എന്നാൽ വേണ്ട, നാളെ രാത്രി, അല്ലെങ്കിൽ മറ്റന്നാ കാലത്ത്. വേണ്ട, ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ രാത്രി, അല്ലെങ്കിൽ പോട്ടെ അടുത്ത ദിവസം രാവിലെ എന്നാണ് തീർച്ചപ്പെടുത്തി പറയണം. ഒരു കാര്യം, 3 ദിവസത്തിനപ്പുറം പോകരുത്. എങ്കിലും കൊള്ളാം. എന്നെക്കൊണ്ടൊരു കാര്യം സാധിക്കാനാണെങ്കിൽ അങ്ങിങ്ങനെ കാത്തുകെട്ടി കിടന്ന് അവിധ പറയേണ്ടി വരുമോ? മൈക്കൽ കാഷ്യൂ, അങ്ങ് എന്നെ കാണാൻ വന്നിരുന്നപ്പോഴെല്ലാം കൂടെ കൊണ്ടുവന്നിരുന്ന ആൾ. അങ്ങയ്ക്ക് വേണ്ടി അയാൾ എത്ര വാദിച്ചിരുന്നു. അയാളെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഈ പാടെല്ലാം പെടണം. കൊള്ളാം. അയാൾ എപ്പോഴെങ്കിലും വരട്ടെ. നിന്റെ അപേക്ഷ നിരസിക്കാൻ എനിക്ക് കരുത്തില്ല. ആഹാ, ഇതൊരു വരമൊന്നുമല്ല. അങ്ങ് നല്ല വസ്ത്രം ധരിക്കണേ, മഞ്ഞത്ത് പുതയ്ക്കണേ എന്നൊക്കെ ആവശ്യപ്പെടുന്നത് പോലെ അല്ലാതെ ഇതെന്തോന്ന്? അങ്ങയുടെ സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളത് എനിക്ക് വേണ്ടിയാണോ? എനിക്ക് വേണ്ടി ചോദിക്കുന്നത് ഇത്ര നിസ്സാരമൊന്നും ആയിരിക്കുകയില്ല. നീ ചോദിക്കുന്നതൊന്നും ഞാൻ അനുവദിക്കാതിരിക്കുകയില്ല. തൽക്കാലം അകത്ത് പോകൂ. എന്നെ അല്പനേരം സ്വസ്ഥമായിരിക്കാൻ അനുവദിക്കൂ. ഞാൻ അങ്ങയുടെ ഏതെങ്കിലും ആഗ്രഹം സാധിക്കാതിരിക്കുമോ? പോകട്ടെ നാഥ. പോകൂ ഡെസ്ഡെമോണ, ഞാനിതാ പുറകെ ഉണ്ട്. ഹൃദയമോഹിനി, എൻ്റെ ആത്മാവ് നശിച്ചാലെന്ത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നോടെനിക്ക് സ്നേഹമില്ലാതാകുമ്പോൾ ഈ ലോകം ശൂന്യമാകും. മഹാപ്രഭു, എന്താണ് യാഗോ? അങ്ങ് ഡെസ്ഡെമോണയുടെ ഹൃദയലാഭത്തിനായി യത്നിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ
കാഷ്യോ അങ്ങയുടെ പ്രേമത്തെപ്പറ്റി അറിഞ്ഞിരുന്നു? ആദ്യവസാനം അറിഞ്ഞിരുന്നു. എന്താണ്? ഇല്ല, എനിക്കൊന്നു തോന്നി. അത് ശരിയോ എന്നറിയാൻ മാത്രം, മറ്റൊന്നുമില്ല. നിങ്ങളുടെ എന്തു തോന്നലിയാകൂ? അയാൾക്ക് അവരുമായി നേരത്തെ പരിചയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഉണ്ട്. പലപ്പോഴും അയാളായിരുന്നു ഞങ്ങളുടെ സന്ദേശവാഹകൻ. അങ്ങനെയോ? അങ്ങനെ തന്നെ. അതിൽ വിശേഷവിധിയായിട്ട് എന്താണുള്ളത്? അയാൾ വിശ്വസനീയനല്ലേ? വിശ്വസനീയനോ? അതെ, വിശ്വസനീയൻ. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? വിചാരിക്കുന്നതോ സ്വാമി? ഇതെന്ത് കഥയാണ് ഈശ്വര? എൻ്റെ വാക്കുകൾ തന്നെ ഇയാൾ പ്രതിവചിക്കുന്നു. നിങ്ങൾ എന്തോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യ വിചാരങ്ങൾ തുറന്നു കാണിക്കണം. പ്രഭു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ശിഥിലവാചകങ്ങൾ എന്നെ കൂടുതലായി വ്യാകുലപ്പെടുത്തുന്നത്. കാഷ്യോയുടെ കാര്യമാണെങ്കിൽ അയാൾ സത്യസന്ധനാണെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. അങ്ങനെയാണ് എൻ്റെയും വിചാരം. മനുഷ്യൻ പുറമേ കാണുന്നത് പോലെ ആയിരിക്കണം അകത്തും. നിശ്ചയമായി. എന്നാൽ പിന്നെ കാഷ്യോ സത്യവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിലെന്തോ ഉണ്ട്. എന്നോട് തെളിച്ചു പറയൂ. ഭയങ്കരമായ വിചാരം ഭയങ്കരമായ വാക്കുകളിൽ തന്നെ പറയൂ. പ്രഭു, ദുശ്ശങ്കയെ സൂക്ഷിക്കണം. ദരിദ്രനെങ്കിലും സംതൃപ്തിയുള്ളവൻ സമ്പന്നനാണ്. താൻ ദരിദ്രനായേക്കും എന്ന് സദാ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ, അവൻ അളവില്ലാത്ത ദ്രവ്യമുണ്ടായിരിക്കട്ടെ, ദരിദ്രരിൽ വെച്ചും ദരിദ്രനാണ്. ഈശ്വര, എൻ്റെ സഹോദരങ്ങളുടെ മനസ്സൊരിക്കലും ദുശ്ശങ്കയ്ക്ക് വശംവദമാകരുതേ. എന്തിനിതൊക്കെ പറയുന്നു? എൻ്റെ കണ്ണിൽപ്പെടുന്ന വെറും തുച്ഛമായ ഏത് സംഗതിയെയും സംശയത്തോടെ പിന്തുടർന്ന് എൻ്റെ ജീവിതം മുഴുവൻ ദുശ്ശങ്ക കൊണ്ട് ദുർഭരമാക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ഇല്ല യാഗോ. സംശയിക്കുന്നതിന് മുൻപ് ഞാൻ കാണും. സംശയിച്ചാൽ തെളിയിക്കും. തെളിയിച്ചാൽ ഒന്നുകിൽ സംശയം, അല്ലെങ്കിൽ പ്രേമം, രണ്ടിലൊന്ന് ഞാൻ കാറ്റത്ത് പറത്തും. ഹാവോ, എനിക്കെന്താശ്വാസമായിരുന്നു. ഇനി എനിക്ക് ധൈര്യമായി പറയാം, അങ്ങയുടെ ഭാര്യയെ നല്ലതിൻവണ്ണം സൂക്ഷിക്കണം. കാഷ്യോടുള്ള പെരുമാറ്റം ഗാഠമായി ശ്രദ്ധിക്കണം. മനസ്സിൽ വിശ്വാസവും വേണ്ട, ശങ്കയും വേണ്ട, നിഷ്പക്ഷമായി. മതി, ഇപ്പോൾ പോകൂ. കൂടുതൽ തെളിവെന്തെങ്കിലും കിട്ടുന്ന പക്ഷം എന്നെ ഉടൻ അറിയിക്കണം. കാഷ്യെ സൂക്ഷിച്ചോളണം. എൻ്റെ ഭാര്യയുടെ ഗതികൾ സൂക്ഷിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യയും ചട്ടം കിട്ടണം. അങ്ങനെ തന്നെ. ഞാൻ എന്തിനു വിവാഹം ചെയ്തു? സത്യസന്ധനായി ആൾ പുറത്തു പറയുന്നതിൽ കൂടുതൽ, വളരെ കൂടുതൽ കാണുന്നും അറിയുന്നുമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇപ്പോൾ അന്വേഷിക്കണ്ട. ഒരു കാര്യം മാത്രം ചെയ്താൽ കൊള്ളാം. കാഷ്യോ ആണ് വാസ്തവത്തിൽ ഉപനായകനായിരിക്കേണ്ടത്. എങ്കിലും കുറച്ച് ദിവസം കൂടി ഒന്നകറ്റി നിർത്തിയാൽ ഏത് മാർഗത്തിൽ കൂടിയാണ് ഉദ്യോഗം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാം. അക്കാര്യത്തിൽ അങ്ങയുടെ ഭാര്യ ബലമായും സ്ഥിരമായും നിർബന്ധിക്കുന്നുണ്ടോ എന്നും നോക്കണം. അതിൽ നിന്ന് വളരെയധികം ഗ്രഹിക്കുവാൻ കഴിയും. തൽക്കാലം ഞാൻ പറഞ്ഞത് എല്ലാം അവിശ്വസിച്ചേക്കണം. അവരുടെ അപരാധത്തിൽ ലേശം പോലും വിശ്വസിക്കരുത്. നിങ്ങൾ പോയിക്കൊള്ളൂ. എൻ്റെ ആത്മനിയന്ത്രണത്തെപ്പറ്റി സംശയിക്കേണ്ട. ഇയാൾ അസാധാരണ സത്യസന്ധൻ തന്നെ. ലോകപരിചയത്തിലും പരഹൃദയജ്ഞാനത്തിലും അദ്വിതീയൻ. അവളുടെ ചാരിത്ര വിലോപം തെളിയുന്ന പക്ഷം അവളെ എന്നോട് ബന്ധിക്കുന്നത് എൻ്റെ ഹൃദയഞരമ്പുകൾ തന്നെ ആയിരുന്നാലും അവളെ ഞാൻ പറിച്ചെറിയുക തന്നെ ചെയ്യും. ഡെസ്ഡെമോണ വരുന്നു. ഇവൾ വഞ്ചകിയെങ്കിൽ സ്വർഗവും വഞ്ചതി തന്നെ. ഞാനത് വിശ്വസിക്കയില്ല. ഡെസ്ഡെമോണ വരുന്നു. ഇതെന്താണ് പ്രാണേശ? അങ്ങയുടെ ആഹാരവും അങ്ങ് ക്ഷണിച്ചു വരുത്തിയ അതിഥികളും അങ്ങേ കാത്തിരിക്കുന്നു. എൻ്റെ പേരിൽ വലിയ വീഴ്ച തന്നെ. എന്താണ് ഉന്മേഷശൂന്യമായി സംസാരിക്കുന്നത്? സുഖമില്ലേ? എൻ്റെ തലയ്ക്ക് ഇവിടെ ഒരു വേദന. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ,
എപ്പോഴും ജോലി ചെയ്തിട്ടാണ്. സാരമില്ല, വേഗം മാറിക്കൊള്ളും. ഞാൻ ഈ കൈലേസ് കൊണ്ട് ഒന്ന് മുറുക്കി കെട്ടിക്കളയാം. ഒരു നാഴികയ്ക്കകം സുഖമാകും. ഇതിന് നീളം പോരാ. പോകട്ടെ, സാരമില്ല, ഞാൻ നിന്റെ കൂടെ വന്നു കളയാം. അയ്യോ, ഈ കിടക്കുന്നത് എൻ്റെ കൊച്ചമ്മ പിരിയാതെ കൊണ്ട് നടക്കുന്ന കൈലേസല്ലേ? ഭർത്താവിൻ്റെ ആദ്യത്തെ സമ്മാനം. ഇതവർക്ക് ജീവനേക്കാൾ പ്രിയമാണ്. ഇതൊന്ന് വേണമെന്ന് ഇയാഗോ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എടുത്തു കൊടുക്കാനാണ്? കൊച്ചമ്മയുടെ കയ്യിൽ നിന്നും പിരിഞ്ഞിട്ട് വേണ്ടേ? ആട്ടെ, ഇതുപോലൊരെണ്ണം ഉണ്ടാക്കി കൊടുത്ത് അങ്ങേരെ തൃപ്തിപ്പെടുത്തി കളയാം. അതുകൊണ്ട് എന്ത് ചെയ്യാനാണാവോ, ആർക്കറിയാം. എന്തടി ഇത്? നീ ഇവിടെ തനിച്ചെന്ത് ചെയ്യുന്നു? കയറി കോപിച്ച് കളയരുതേ. നിങ്ങൾക്കായിട്ട് എൻ്റെ കയ്യിലൊരു സാധനം വെച്ചിരിപ്പുണ്ട്. എനിക്കായിട്ടൊരു സാധനമോ? അതൊരു സാധാരണ സാധനമല്ലേ? ഒരു കൊള്ളരുതാത്ത ഭാര്യ. അപ്പോഴത്രേ ഉള്ളേ. എന്നാല് അന്ന് പറഞ്ഞ കൈലേസ് തന്നാൽ എനിക്ക് എന്ത് തരും? ഏത് കൈലേസ്? ഏത് കൈലേസ് ഇല്ലേ? മൂർ ഡെസ്ഡെമോനയ്ക്ക് ആദ്യമായി കൊടുത്തതേ, നിങ്ങൾ എന്നോട് പിന്നെയും പിന്നെ ആവശ്യപ്പെട്ടതേ. നീ അത് മോഷ്ടിച്ചോടി? അയ്യോ ഇല്ല, അവരറിയാതെ അത് താഴെ വീണു. ഞാൻ എടുത്തു. ഇതാ നോക്കണം. നല്ല പെണ്ണ്, ഇങ്ങ് തരൂ. എന്തിനാണാവോ ഇത് തട്ടിയെടുക്കാൻ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചത്? നീ എന്തിനാ അതൊക്കെ അറിയുന്നു? എന്തിന്? കണ്ടോ കണ്ടോ, അത് തട്ടി പറിച്ചത് കണ്ടോ? അത്യാവശ്യ കാര്യമൊന്നും ഇല്ലെങ്കിൽ അതിങ്ങി തരണം. പാവം കൊച്ചമ്മ, അതില്ലെങ്കിൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും. നീ ഒന്നും അറിഞ്ഞില്ലെന്ന് ഭാവിച്ചോ? എനിക്കിതുകൊണ്ട് ഉപയോഗമുണ്ട്. പൊയ്ക്കോ. എന്നെ ചതിക്കുകയോ? നായക, ഇതെന്താണ്? ആ കഥ വിട്ടുകളയണം. പോ, മറയത്ത് പോ. ദുഷ്ട, എന്റെ ഭാര്യ ഒരു സ്വൈരണിയും തെളിയിക്ക്. എന്റെ കൺമുൻപിൽ കാണിക്ക്. അല്ലെങ്കിൽ ഈശ്വരൻ സാക്ഷിയായി എന്റെ ഉൾക്കടകോപത്തിന്റെ കൊടുന്തീയിൽ താൻ എരിഞ്ഞ് ചാമ്പലാകും. ഇങ്ങനെയോ ഇതിന്റെ പരിണാമം? എടോ, അവളെ കളങ്കപ്പെടുത്തുകയും എന്നെ മരണവേദനയ്ക്ക് ബലി കഴിക്കുകയും മാത്രമാണ് താൻ ചെയ്യുന്നതെങ്കിൽ ദ്രോഹി, താൻ പിന്നെ പ്രാർത്ഥിക്കണ്ട. കാരുണ്യത്തിന്റെ ഒരു കണിക പോലും തനിക്ക് പിന്നെ കിട്ടുകയില്ല. സ്വർഗത്തെ കരയിക്കുകയും ഭൂമിയെ ഭ്രാന്തി പിടിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഭയങ്കരമായ ഒരു പാതകം മറ്റെന്താണ്? എന്റെ ദൈവമേ, സർവേശ്വര, എനിക്ക് മാപ്പ് തരണേ. പ്രഭു, എന്നെ എന്തിന് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു? അങ്ങ് മനുഷ്യൻ തന്നെയോ? അങ്ങേക്ക് ആത്മാവോ വിവേകമോ ഉണ്ടോ? ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. എന്തിന് കൈ അയക്കുന്നു പ്രഭു? പൂർത്തിയാക്കണം. ഇടായിയാകോ, കൊള്ളരുതാത്ത മൺതലയാ. നിന്റെ സത്യസന്ധത ഒരു മഹാദ്രോഹമാണെന്നാണല്ലോ വരുത്തി കൂട്ടിയത്. ലോകരെ, സൂക്ഷിച്ചുകൊള്ളുവിൻ. സത്യം പറയുന്നത് അപകടമാണ്. പ്രഭു, എനിക്കിതുകൊണ്ട് അങ്ങ് ചെയ്തു തന്ന സഹായത്തിന് അനന്ത നമസ്കാരം. സ്നേഹം ദ്രോഹമായി തീർന്നിരിക്കുന്ന നിലയ്ക്ക് ഇനി ഞാൻ ഒരാളെയും സ്നേഹിക്കുകയില്ല. ഏയ്, അരുത്. നിങ്ങൾ സത്യവാൻ തന്നെ ആയിരിക്കണം. ഞാൻ കുറച്ച് ബുദ്ധിയുള്ളവനായിരിക്കണം. ഈശ്വര, എൻ്റെ ഭാര്യ സത്യവതി എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെന്നും വിചാരിക്കുന്നു. നിങ്ങൾ നീതിമാനെന്ന് വിചാരിക്കുന്നു, അല്ലെന്നും വിചാരിക്കുന്നു. അവൾ മലിനയെന്ന് സംശയാതീതമായ ഒരു തെളിവ് തരൂ. പ്രഭു, ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. ചില ലതകളും പുള്ളികളും മറ്റുമുള്ള ഒരു കൈലേസ് അങ്ങയുടെ ഭാര്യയുടെ കയ്യിൽ കണ്ടിട്ടില്ലേ? അങ്ങനെയൊന്ന് ഞാൻ അവൾ കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സമ്മാനം. അതെനിക്കറിഞ്ഞുകൂടാ. അല്ല, അതുപോലെയുള്ള ഒരു കൈലേസ് അത് തന്നെയാണെന്നാണ് തോന്നിയത്. ഇന്ന് കാഷ്യൂ വെച്ച് ചുംബിക്കുന്നത് ഞാൻ കണ്ടു. അതാ കൈലേസ് ആയിരുന്നെങ്കിൽ, അതോ അവരുടെ മറ്റേതെങ്കിലും ഒന്നും ആയിരുന്നെങ്കിൽ, ഇതര തെളിവുകളുടെ കൂട്ടത്തിൽ ഇതും അവർക്ക് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. ആ ദുഷ്ടയ്ക്ക് അനേകായിരം ജീവനുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ എണ്ണം എൻ്റെ പ്രതികാരത്തിന് മതിയാകയില്ല. അത്ര ബലഹീനം, അത്ര ദരിദ്രം. ഇപ്പോൾ അതെല്ലാം സത്യമാണെന്ന് ഞാൻ കാണുന്നു. നോക്കിയാകോ, എൻ്റെ ബുദ്ധിശൂന്യമായ പ്രേമമെല്ലാം ഇതാ ഞാൻ ആകാശത്ത് പറത്തുന്നു. വിശങ്കടമായ നരകത്തിൽ നിന്ന് എഴുന്നേറ്റു വാ കരാളമായ പ്രതികാരമേ. അടങ്ങണം പ്രഭു. രക്തം, രക്തം, അവളുടെ ചുടു രക്തം. ശാന്തനാകണം നായക. അങ്ങയുടെ ഈ മനോഭാവം മാറിയേക്കണം.
ഏകോ ഒരു കാലമില്ല. ആ ദുഷ്ടദ്വയത്തെ ഒരു ഭീകര പ്രതീകാരം ഗ്രസിക്കുന്നത് വരെ എൻ്റെ സംഹാര ചിന്തകൾ അവമാനകരമായ ക്ഷുദ്രപ്രേമത്തിലേക്ക് പിന്തിരിയാതെ അടക്കമെന്തെന്നറിയാതെ മുന്നോട്ട് പായുക തന്നെ ചെയ്യും. ഈ ഭൂമിയെ അഭിദ്യമായി ആവരണം ചെയ്യുന്ന വിശുദ്ധ വിഹായസിനെ സാക്ഷിയാക്കി ദിവ്യഗംഭീരമായ ഒരു ശപഥത്തിന് വേണ്ട ഗൗരവചിത്തവൃത്തിയോടെ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. നിത്യഭാസുരങ്ങളായ സ്വർഗദീപങ്ങളെ, ഞങ്ങളെ വലയം ചെയ്യുന്ന പഞ്ചഭൂതങ്ങളെ, യാഗോ ഇതാ അവന്റെ ബുദ്ധിയും ഹൃദയവും സർവശക്തികളും വഞ്ചിതനായ ഒഥല്ലോയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹം ആജ്ഞാപിക്കട്ടെ. ഏത് ഘോരകൃത്യം ചെയ്യുന്നതും എൻ്റെ പ്രഥമവും പാവനവുമായ കർത്തവ്യമായി ഞാൻ കരുതുന്നതായിരിക്കും. കാഷ്യോയുടെ മരണവാർത്ത 3 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്നേഹിതൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ആജ്ഞാനുസരണം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ കരുതിക്കൊള്ളണം. പക്ഷേ പ്രഭു, ഡെസ്ഡമോണ ജീവിച്ചു കൊള്ളട്ടെ. നശിക്കട്ടെ, ആ അഴിഞ്ഞാടുന്ന വേശ്യ നശിക്കട്ടെ. ആ സുന്ദര പിശാചിയെ അതിശീഘ്രം സംഹരിക്കുന്നതിനുള്ള ഒരു നല്ല ഉപായം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്ക് പോകാം. എങ്ങനെ ഇരിക്കുന്നു നാഥ? സുഖമുണ്ട് ദേവി. അങ്ങേ വന്ന് കണ്ട് സംസാരിക്കാൻ ഞാൻ കാഷ്യോയ്ക്ക് ആളയച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണ് വല്ലാതെ കലിക്കുന്നു. ആ കയ്യില് സിങ്ങോട്ട് തരൂ. ഇതാ നാഥ. ഞാൻ നിനക്ക് തന്നത്. അതെന്റെ കയ്യിൽ ഇപ്പോഴില്ല. ഇല്ലേ? ഇല്ല, വാസ്തവത്തിലില്ല. അത് തെറ്റാണ്. ഈജിപ്തിലെ ഒരു മഹാമാന്ത്രിക എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ്. അത് സൂക്ഷിച്ചു വെച്ചോളൂ. നിന്റെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ അതിനെ വാത്സല്യമായി കരുത്. അതാർക്കെങ്കിലും കൊടുക്കുകയോ കളയുകയോ ചെയ്യുന്നതിൽ പരം പാതകം മറ്റൊന്നില്ല. ഇത് വാസ്തവമാണോ? അതെ, പരമാർത്ഥം. അതിൻ്റെ ഓരോ നൂലിനും മാന്ത്രിക ശക്തിയുണ്ട്. അയ്യോ, ഇത് വാസ്തവം തന്നെയോ? എത്രയും പരമാർത്ഥം. അതുകൊണ്ട് അതിനെ ഭദ്രമായി സൂക്ഷിക്കുക. ഈശ്വര, അത് ഞാൻ ഒരിക്കലും കാണാതിരുന്നെങ്കിൽ. എന്തുകൊണ്ട്? അങ്ങ് എന്താണ് നാഥ ഇത്ര പരുഷമായും ക്ഷോഭിച്ച് സംസാരിക്കുന്നത്? അത് കളഞ്ഞോ? പോയോ? അത് പറ. അത് തീരെ നഷ്ടമായോ? ഈശ്വര രക്ഷ. എന്തു പറയുന്നു? ഇല്ല, കളഞ്ഞു പോയില്ല. അഥവാ കളഞ്ഞു പോയാലും. എന്ത്? കളഞ്ഞു പോയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. കൊണ്ടുപോകാതിവിടെ, ഞാനൊന്ന് കാണട്ടെ. അത് കൊണ്ടുവരാൻ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അത് നിശ്ചയിച്ചിട്ടില്ല. എനിക്ക് ഈ വിദ്യയൊക്കെ മനസ്സിലാകുന്നുണ്ട്. എൻ്റെ അപേക്ഷ മറയത്താക്കാനാണ് ഇതൊക്കെ. എൻ്റെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കൂ. ആ കാഷ്വയെ തിരിച്ചെടുക്കൂ. ആ കൈലേസ് കൊണ്ടുവരൂ. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. വരട്ടെ വരട്ടെ. അയാളെക്കാൾ യോഗ്യനായ ഒരുത്തനെ കാണാൻ കിട്ടുകയില്ല. ആ കൈലേസ്. കാഷ്വയെ കുറിച്ച് പറയൂ. ആ കൈലേസ് തന്റെ സകല ഭാവിയും അങ്ങയോട് കാരുണ്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങയുടെ സകല ആപത്തുകളിലും പങ്കുകാരൻ. വാസ്തവത്തിൽ അങ്ങ് വലിയ അനീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ ഒന്നും കണ്ടിട്ടില്ലേ? കേട്ടിട്ട് കൂടിയില്ല, സംശയിച്ചിട്ട് പോലുമില്ല. കൊള്ളാം. അവളെ കാഷ്യോയുടെ കൂടെ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിൽ യാതൊരു തരക്കേടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ സംഭാഷണത്തിലെ ഓരോ അക്ഷരവും അവരുടെ ശ്വാസോച്ഛ്വാസം പോലും ഞാൻ കേട്ടുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. എന്ത്? അവർ ഒരിക്കലും മന്ത്രിക്ക് പോലും ചെയ്തിട്ടില്ലേ? ഒരിക്കലുമില്ല പ്രഭു. നിന്നെ അവിടെ നിന്നും ഒരിക്കലും അകറ്റിയിട്ടുമില്ലേ? ഒരിക്കലുമില്ല. അവരുടെ വിശ്വറിയോ മുഖാവരണമോ വല്ലതും പോയി കൊണ്ടുവരാൻ പോലും ഇല്ല. ആശ്ചര്യമായിരിക്കുന്നു സ്വാമി. അവരുടെ ചാരിത്രത്തിന്മേൽ ഞാൻ പന്തയം കെട്ടാം. എൻ്റെ ആത്മാവിനെ പണയം വയ്ക്കാം. അങ്ങ് അന്യഥ ശങ്കിക്കുന്നെങ്കിൽ അത് ദൂരെ ത്യജിക്കണം. അത് അങ്ങയുടെ നിർമ്മല ഹൃദയത്തിന് കളങ്കമാണ്. വല്ല നീചനും അങ്ങിൽ അങ്ങനെ ഒരു ശങ്ക ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പാമ്പ് കടിച്ചു മരിക്കും. അവർ സത്യവതിയും പരിശുദ്ധയും വിശ്വാസിയും അല്ലെങ്കിൽ ഭാഗ്യവാനായ ഒരു ഭർത്താവും ഈ ലോകത്തിലില്ല തന്നെ. അവൾ ഇവിടെ വരാൻ പറ. പോ. ഇവൾ ഭംഗിയായി സംസാരിക്കുന്നു. പക്ഷെ ഇത്രയും സംസാരിക്കാൻ കെൽപ്പില്ലാത്ത ദാസികൾ കാണുകയില്ല. ഇവളും അതിസമർത്ഥയായ ഒരു കുലട തന്നെ. ഹീനരഹസ്യങ്ങളുടെ ആഭിത്യമായ ഭണ്ഡാകാരം.
നാഥ, എന്താണ് അവിടുത്തെ ഇംഗിതം? ഇങ്ങടുത്ത് വരൂ ഓമിനെ. എന്താണ് അവിടുത്തെ അഭീഷ്ടം? നിന്റെ കണ്ണൊന്ന് കാണട്ടെ. എൻ്റെ മുഖത്തേക്ക് നോക്ക്. അയ്യോ, ഇതെന്ത് ഭയങ്കരമായ വിചാരമാണ്. എടി എമീലിയ, നിന്റെ ജോലിക്ക് പോയി വാതിൽക്കൽ നിൽക്ക്. താമസിക്കണ്ട. പോ. ഇതാ, ഞാൻ പ്രണാമം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്കുകളുടെ സാരം എന്താണ്? ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഉത്കടമായ രോഷം ഞാൻ മനസ്സിലാക്കുന്നു. വാക്കുകൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? നീ ആരാണ്? അങ്ങയുടെ ഭാര്യ, സുചരിതയും സത്യസന്ധയുമായ അങ്ങയുടെ ഭാര്യ. വാ, സത്യം ചെയ്യ്. അങ്ങനെ നിന്റെ ആത്മാവിനെ നിത്യനരകത്തിന് ബലി കഴിക്കേ. അല്ലെങ്കിൽ പുറമേ സ്വർഗതുല്യയായ നിന്നെ കടന്നു പിടിക്കുന്നതിന് യമകിങ്കരന്മാർ പോലും സംശയിക്കും. അതുകൊണ്ട് കള്ളസത്യം കൂടി ചെയ്ത് ആ ആത്മാവിന് ഇരട്ടനാശം വരുത്ത്. നീ സത്യവതി എന്ന് സത്യം ചെയ്യ. ഈശ്വരനത് നിസ്സംശയം അറിയാം. ഈശ്വരന് നിസ്സംശയം അറിയാം നീ നരകത്തെ പോലെ വഞ്ചകിയെന്ന്. നാഥ, ആരോട്, ആരുടെ കൂടെ, എങ്ങനെ വഞ്ചകി? പോ പോ പോ. ദുർദിനമേ, അങ്ങെന്തിന് കരയുന്നു? ആ കണ്ണുനീരിന്റെ കാരണം ഞാൻ ജീവേശ. ദുരിതങ്ങൾ, മഹാവേദനകൾ, അപമാനങ്ങൾ, ദാരിദ്ര്യം, പാരതന്ത്ര്യം, ഘോരമായ ലോകനിന്ദ, എല്ലാം എല്ലാം ഞാൻ സഹിക്കാം. സമാധാനമായി സുഖമായി സഹിക്കാം. എന്നാൽ എൻ്റെ ഹൃദയസർവസ്വം നിക്ഷേപിച്ചിട്ടുള്ള ആ കാഞ്ചനപേടകം, എൻ്റെ ജീവിത മരണങ്ങളുടെ മൂലസ്ഥാനം, എൻ്റെ ആത്മചൈതന്യപ്രവാഹം ഉദ്ഗളിക്കുകയോ ഉറയുകയോ ചെയ്യാനുള്ള ദിവ്യനിർജ്ജര ഭക്തം, വൃത്തികെട്ട തവളകൾക്ക് പെറ്റുപെരുകി കൂത്തടിക്കാനുള്ള ചേർക്കുഴിയാകുക, അത് ഞാൻ എങ്ങനെ സഹിക്കും? അങ്ങേ അഭിപ്രായത്തിൽ ഞാൻ സുചരിതയല്ലേ? ഓ അതെ, ശവക്കുഴിയിൽ പെറ്റുപെരുകുന്ന പുഴുകിനെ പോലെ. ആ വിഷപുഷ്പമേ, നിന്റെ ഹൃദയാവർജകമായ സൗകുമാര്യം, ഇന്ദ്രിയങ്ങളെ പരവശമാക്കുന്ന തീക്ഷ്ണ സൗരഭ്യം, നീ ഒരിക്കലും ജനിക്കാതിരുന്നെങ്കിൽ. കഷ്ടം, ഞാൻ അറിയാതെ എന്ത് പാപമാണ് ചെയ്തത്? ഈ വെള്ളക്കടലാസ്, ഈ മോഹനഗ്രന്ഥം പുംശ്ചലി എന്ന പേരടിക്കാനോ നിർമ്മിക്കപ്പെട്ടത്? എന്താണ് ചെയ്തത്? നിന്റെ ഘോരങ്ങളായ പാപകഥകൾ ഉച്ചരിച്ചാൽ എൻ്റെ അധരങ്ങൾ പൊള്ളിക്കരിഞ്ഞു പോകും. എന്താണ് ചെയ്തത്? അകളങ്കമായ ആകാശം അതിൻ്റെ നേർക്ക് മൂക്കുപൊത്തുന്നു. പാലുളി പരത്തുന്ന പരിമതി അതിൻ്റെ ചാരുവദനം ചുളിച്ച് ഇവ പൂട്ടുന്നു. സകല വസ്തുക്കളെയും സാനന്ദം സമാശ്ലേഷിക്കുന്ന സമീരണൻ പോലും അതിനെ ഭയന്ന് ഭൂഗർഭത്തിൽ ഒളിക്കുന്നു. എന്താണ് ചെയ്തത്? ആ ധിക്കാരിയായ കുലടെ! ഈശ്വരൻ സാക്ഷിയായി അങ്ങ് എന്നോട് അപരാധമാണ് പ്രവർത്തിക്കുന്നത്. നീ ഒരു കുലടയല്ലേ? സകല ഐഹിക പാപങ്ങളുടെയും പ്രമാർജനത്തിനായി തിരുവവതാരം ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഞാൻ അല്ല തന്നെ. ഈ നശ്വരമായ ദേഹത്തെ പരസ്പർശ ഭംഗമേൽക്കാതെ തന്റെ ഹൃദയേശ്വരനു വേണ്ടി എപ്പോഴും പരിനിർമ്മലമായി വെച്ച് സൂക്ഷിക്കുന്ന ഒരുവൾ ഒരു കുലടയല്ലെങ്കിൽ ഞാൻ അല്ല തന്നെ. എന്ത്? ആത്മനിർവൃതിയിൽ എനിക്ക് ആശയുണ്ടെങ്കിൽ അല്ല. അത് നിനക്ക് സാധ്യമോ? അയ്യോ, ജഗൽപിതാവേ, ഞങ്ങളെ രക്ഷിക്കണേ. എന്നാൽ എനിക്ക് മാപ്പ് തരണം ദേവി. ഒഥല്ലോയെ വിവാഹം ചെയ്ത വെനിസിലെ അതികുശലയായ ഒരു സ്വൈരിണിയാണ് ഭവതിയെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. എടീ, നരകത്തിൻ്റെ ദ്വാരപാലികേ, അതെ നീ തന്നെ. നിന്റെ സേവനത്തിന് പ്രതിഫലമുണ്ട്. വാതിലടച്ചേക്ക്. ഞങ്ങളുടെ ഈ കൂടിക്കാഴ്ചയെപ്പറ്റി മിണ്ടിപ്പോകരുത്. അയ്യോ, ഇദ്ദേഹം എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്താണ് ദേവി? എൻ്റെ പ്രിയപ്പെട്ട സ്വാമിനി, അവിടത്തേക്ക് എന്താണ്? എനിക്ക് ഉറക്കം വരും. ഈശ്വര, എൻ്റെ സ്വാമിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആർക്ക്? അല്ലേ, എൻ്റെ സ്വാമിക്ക്. നിന്റെ സ്വാമി ആരാണ്? അവിടുത്തേതാരോ, അദ്ദേഹം തന്നെ പ്രിയപ്പെട്ട ദേവി. എനിക്കാരുമില്ല എമിലിയ, എന്നോട് സംസാരിക്കാം. എനിക്ക് കരയാൻ വയ്യ. എൻ്റെ കണ്ണുനീരല്ലാതെ ഉത്തരമൊന്നുമില്ല. ഒരു കാര്യം, ഇന്ന് രാത്രി എൻ്റെ കിടക്കയിൽ എൻ്റെ വിവാഹ വസ്ത്രങ്ങൾ കൊണ്ടിട്ടേക്കണം. മറക്കരുത്. ഭഗവാനെ, ഇതെന്ത് മാറ്റമാണ്! ഈശ്വര, എന്നോട് ചെയ്യുന്ന അപകൃത്യങ്ങൾക്ക് ഒരിക്കലും പ്രതീകാരം ചെയ്യാതിരിക്കുന്നതിനും അർഹിക്കാത്ത ആ ദുരിതാനുഭവങ്ങൾ
എന്നിലുള്ള ദൂഷ്യങ്ങളെ ദൂരീകരിക്കാൻ സഹായിക്കുന്നതിനും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അയ്യോ, എന്റെ ഒരു കാലം സഹായിക്കണേ. കൊലപാതകം, കൊലപാതകം. അയ്യോ, അയ്യോ, സഹായിക്കണേ. ഒരു വെളിച്ചം, ഒരു വെളിച്ചം, ഒരു വൈദ്യം. അയ്യോ, യാഗോ അയാളുടെ ശപഥം നിറവേറ്റുന്നു. ധീരനായി യാഗോ. ആ ദുഷ്ടേ, നിന്റെ കാമുകൻ അവിടെ മരിച്ചു കിടക്കുന്നു. നിന്റെ ശപിക്കപ്പെട്ട അവസാനവും ആസന്നമാകുന്നു. അതാണ് കാരണം, അതാണ് കാരണം. എൻ്റെ ആത്മാവേ, അതാണ് കാരണം. ആ പരിശുദ്ധ നക്ഷത്രങ്ങളെ, ആ കാരണം ഇന്നതെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അസഹ്യപ്പെടുത്തുകയില്ല. അതാണ് കാരണം. എങ്കിലും ഞാൻ അവരുടെ ചോര ചിന്തുകയില്ല. ഹിമത്തേക്കാൾ ധവളവും ദന്തത്തേക്കാൾ മിനുസവുമായ ആ തൊലി ഞാൻ ചോര കൊണ്ട് അലങ്കോലപ്പെടുത്തുകയില്ല. പക്ഷേ അവൾ മരിക്കണം. അല്ലെങ്കിൽ അവൾ ഇനിയും അനവധി പാവങ്ങളെ കുഴിയിൽ ചാടിക്കും. ദീപത്തെ അണയ്ക്കുക, എന്നിട്ട് ആ ദീപത്തെ അണയ്ക്കുക. ആ കത്തുന്ന ദീപമേ, നിന്നെ കെടുത്തിയാൽ എനിക്കതിൽ പശ്ചാത്താപം തോന്നുന്ന പക്ഷം പിന്നെയും നിന്നെ കൊളുത്താൻ കഴിയും. എന്നാൽ ആ പരമസമർത്ഥമായ സർഗശക്തിയുടെ നിസ്തുലമായ നിർജന്മി നിന്റെ ദീപം കെടുത്തിയാൽ അതിനെ വീണ്ടും ജ്വലിപ്പിക്കുന്നതിനുള്ള ദിവ്യാഗ്നി പിന്നെ എവിടെ തിരഞ്ഞാലും കിട്ടുമോ? പറിച്ചെടുത്ത പനിനീരലരിന് ഞാൻ എങ്ങനെ ജീവത്തായ വളർച്ച വീണ്ടും പ്രദാനം ചെയ്യും? ചെടിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ പാവന സുഗന്ധം ഞാനൊന്ന് ആസ്വദിച്ചു കൊള്ളട്ടെ. അമൃത നിഷ്യന്തമേ, എൻ്റെ നീതിബോധം എന്നെ കൊണ്ട് ചെയ്യിച്ച ശപഥം ലംഘിക്കുന്നതിന് പോലും നീ എന്നെ പ്രേരിപ്പിക്കുന്നു. ഒന്നുകൂടി, ഒന്നുകൂടി. നീ മരിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കണേ. ഞാൻ നിന്നെ കൊല്ലാം, പിന്നെ നിന്നെ സ്നേഹിക്കാം. ഒന്നുകൂടി, അവസാനത്തേത്. ഇത്ര മധുരമായ ഒന്ന് ഒരിക്കലും ഇത്ര ഭയങ്കരമായിരുന്നിട്ടില്ല. അയ്യോ, എൻ്റെ വിഷാദം എനിക്കൊതുക്കാൻ വയ്യ. പക്ഷേ ഇവ നിഷ്ഠുരങ്ങളായ അശ്രുക്കളാണ്. യാതൊന്നും നിന്നെ സ്നേഹിക്കുന്നുവോ അതിനെ അത് നിഗ്രഹിക്കുന്നു. അവൾ ഉണരുന്നു. ആരാണവിടെ? ഒഥല്ലോ? അതേ, ഡെസ്ഡെമോണ. കിടക്കാൻ വരുന്നു നാഥ? നീ ഇന്ന് പ്രാർത്ഥിച്ചോ ഡെസ്ഡെമോണ? ഉവ്വ് നാഥ. ഏതെങ്കിലും പാപം നീ ഈശ്വരനോട് ഏറ്റുപറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടനെ നിർവഹിക്കുക. അയ്യോ ജീവേശ, ഇതിന്റെ സാരം എന്താണ്? അത് നടത്ത്. നിന്റെ ആത്മാവിനെ ഞാൻ കൊല്ലുകയില്ല. കൊല്ലുന്ന കാര്യമോ പറയുന്നത്? അതെ, അതുകൊണ്ട് നിന്റെ പാപങ്ങളെ സ്മരിക്ക്. അവ അങ്ങയെക്കുറിച്ചുള്ള പ്രേമചിന്തകൾ മാത്രമാണ്. അതെ, അതിനു വേണ്ടി തന്നെ നീ മരിക്കുന്നു. സ്നേഹിക്കുന്നു എന്ന കാരണത്തിന് കൊല്ലപ്പെടുന്ന സ്വാഭാവികമായ മരണമല്ല. അയ്യോ, അങ്ങ് എന്താണ് അധരങ്ങൾ കടിച്ചമർത്തുന്നത്? അങ്ങേ ദേഹം ഏതോ ഭയങ്കരമായ വികാരാവേശത്താൽ വിറയ്ക്കുന്നു. അവ ദുശകുനങ്ങളാണ്. എങ്കിലും എൻ്റെ ആശ, എൻ്റെ ആശ അവ എൻ്റെ നേർക്കല്ലെന്ന്. അങ്ങനെയാകട്ടെ. എന്താണ് സംഗതി? ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്നതും നിനക്ക് സമ്മാനിച്ചതെന്നും ആ കൈലേസ് നീ കാഷിയോയ്ക്ക് കൊടുത്തു. എൻ്റെ ജീവനാണ്, എൻ്റെ ആത്മാവിനാണ് ഇല്ല. അയാളെ വിളിച്ച് ചോദിക്കണം. ലോലാത്മാവേ, കരുതി സംസാരിക്ക്. നിന്റെ ആത്മാവിന്റെ രക്ഷയെപ്പറ്റിയെങ്കിലും ഗവനിക്ക്.
നീ നിന്റെ മരണശൈലിയിലാണ് കിടക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഈശ്വര, എങ്കിൽ ഈശ്വര എന്നിൽ കരുണ കാട്ടണേ. ഞാൻ അതിനോട് യോജിക്കുന്നു. അങ്ങേക്കും കാരുണ്യമുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങേ ഒരിക്കലും അസുഖപ്പെടുത്തിയിട്ടില്ല. ഈശ്വരൻ അനുവദിക്കുന്ന വിധത്തിലല്ലാതെ ഒരു വിധത്തിലും കാശുവെ സ്നേഹിച്ചിട്ടില്ല. അയാൾക്ക് ഞാൻ ഒരു സ്നേഹ സംഭാവനയും ചെയ്തിട്ടില്ല. അവന്റെ കയ്യിൽ ആ കൈലേസ് ഞാൻ കണ്ടു. ശവിക്കപ്പെട്ട പെണ്ണെ, നീ എന്റെ ഹൃദയത്തെ വജ്രകഠിനമാക്കുന്നു. ആ കൈലേസ് ഞാൻ കണ്ടു. എന്നാൽ അത് എവിടെയോ കിടന്ന് അയാൾക്ക് കിട്ടിയതാണ്. അയാൾക്ക് ആളയക്കണം. അയാൾ ഒരു സത്യത്തിന് സാക്ഷ്യം വഹിക്കട്ടെ. അയാൾ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തോന്ന് എന്നെ കൊണ്ട് പറയിക്കാതെ. അയാൾ അങ്ങനെ പറയുകയില്ല. ഇല്ല തന്നെ. അവന്റെ വാ മൂടിക്കഴിഞ്ഞിരിക്കുന്നു. യാഗോ നിർവഹിച്ചിരിക്കുന്നു. അയ്യോ, എന്റെ ആശങ്കകൾ അങ്ങേ തെറ്റിദ്ധാരണകൾ എന്തെന്ന് വ്യക്തമാക്കുന്നു. എന്ത്, അയാൾ മരിച്ചോ? അവന്റെ ഓരോ രോമവും ഓരോ ജീവനായിരുന്നെങ്കിൽ അവയെല്ലാം എണ്ണി എണ്ണി നശിപ്പിച്ചാലും എന്റെ പ്രതീകാരത്തിന്റെ വിശപ്പടങ്ങുമായിരുന്നില്ല. അയ്യോ, അയാൾ യാതൊന്നും അറിയാതെ ആപത്തിൽ കുടുങ്ങി. ഞാൻ നശിച്ചു. കുലടേ, എന്റെ മുൻപിൽ വെച്ച് അവനെ ഓർത്ത് നീ കരയുന്നു. എന്നെ നാളെ കൊന്നുകൊള്ളണം. ഇന്ന് രാത്രി കൂടി ഞാൻ ജീവിച്ചു കൊള്ളട്ടെ. അരമണിക്കൂർ കൂടി ഞാൻ ജീവിച്ചു കൊള്ളട്ടെ. അയ്യോ, അന്തിമ പ്രാർത്ഥനയ്ക്കുള്ള സമയമെങ്കിലും അതിനുള്ള അവസരം കഴിഞ്ഞുപോയി. എന്ത് ശബ്ദമാണ്? എന്ത് മരിച്ചില്ലേ? നിഷ്ഠുരനെങ്കിലും ഞാൻ ദയാലുവാണ്. മരണവേദനയിൽ നിന്നെ ഇഷ്ടകഷ്ടപ്പെടുത്തുകയില്ല. ആരത്? അതെ, അതെമീലിയാണ്. ഇതാ വരുന്നു. ഇവൾ മരിച്ചിരിക്കുന്നു. അനക്കമെല്ലാം തീർന്നു. ശ്മശാനം പോലെ ശാന്തം. അവളകത്ത് വരട്ടുന്നു. വന്നാൽ അവൾ എൻ്റെ ഭാര്യയോട് നിശ്ചയമായും സംസാരിക്കും. എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ, എന്ത് ഭാര്യ? എനിക്ക് ഭാര്യ എവിടെ? അയ്യോ, സഹിക്കവയ്യ. അയ്യോ ദുർദിഷ്ടമേ, സൂര്യനും ചന്ദ്രനും നശിച്ചതുപോലെയും ആ ഭീമമായ മാറ്റത്തിൽ ഭയക്രാന്തയായ ഭൂമി അന്താളിച്ച് വാപളിച്ച് നിൽക്കുന്നത് പോലെയും എനിക്ക് തോന്നുന്നു. ഓ, ഞാൻ നിന്നെ മറന്നുപോയി. അകത്ത് വരുമോ മില്ലിയ? മില്ലേ, ഇതാ വരുന്നേ. എനിക്ക് ഒന്ന് വലിച്ചിട്ട് കളയാം. നീ എവിടെയാണ്? എന്താണ് സംഗതി? അവിടെ അതാ ഭയങ്കരമായ കൊലപാതകം നടന്നിരിക്കുന്നു. അത് ആ വിധുബിംബത്തിന്റെ അധിക പ്രസംഗമാണ്. സാധാരണയിൽ കവിഞ്ഞ് ഭൂമിയെ സമീപിച്ച് അത് മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. പ്രഭു, കാഷ്യോ വെനിസിലെ റോഡ്രിഗോ എന്നൊരു ചെറുപ്പക്കാരനെ കൊന്നിരിക്കുന്നു. കൊന്നു? റോഡ്രിഗോ? കാഷ്യോ? അല്ല, കാഷ്യോയെ കൊന്നില്ല. കാഷ്യോയെ കൊന്നില്ലെന്നോ? എങ്കിൽ കാലിന് കൈമോശം പറ്റി. ആസ്വാദ്യമായ പ്രതികാരം അരോചകമായി മാറിയിരിക്കുന്നു. അയ്യോ, അയ്യോ, എന്ത് കരച്ചിലാണത്? അതോ? ഏത്? അയ്യോ, ചതിച്ചോ? അതെന്റെ സ്വാമിനിയുടെ ശബ്ദമായിരുന്നു. അയ്യോ, സഹായിക്കണേ, സഹായിക്കണേ. അയ്യോ ദേവി, ഒന്നുകൂടെ പറയൂ. എന്റെ ഓമന ലക്ഷ്മണ, ഒന്ന് സ്വാമിനി പറയൂ. അയ്യോ, 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 ഇതാര് ചെയ്തു? അവൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? കഷ്ടം, ആർക്കറിയാം. ഞാനില്ലാതെ ചെയ്തെന്ന് അവൾ തന്നെ പറയുന്നത് കേട്ടില്ലേ?
അവൾ അങ്ങനെ പറഞ്ഞു. സത്യം വേണമല്ലോ പറയാൻ. കത്തിക്കാളുന്ന നരകത്തിലേക്ക് പോയ കള്ളി, ഞാനാണ് അവളെ കൊന്നത്. എങ്കിൽ അവർ പൂർവാധികം ദിവ്യ, നിങ്ങൾ പൂർവാധികം കറുത്ത പിശാച്. അവൾ ദുർവൃത്തികളിൽ വ്യാപരിച്ചിരുന്നു. അവൾ ഒരു കുലടയായിരുന്നു. നിങ്ങൾ പറയുന്നത് ശുദ്ധ കള്ളമാണ്. നിങ്ങൾ ശൈത്താനാണ്. അവൾ വെള്ളം പോലെ ചപലയായിരുന്നു. നിങ്ങൾ അഗ്നി പോലെ അവിവേകിയാണ്. അവർ വഞ്ചകയെന്ന് പറയാൻ. അയ്യോ, അവരുടെ ചരിത്രം സ്വർഗീയമായിരുന്നു. അവളുടെ കാമുകനായിരുന്നു. അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനോട് ചോദിക്കേ. എന്റെ ഭർത്താവോ? അതെ, അയാളാണ് എന്നോട് ഇതാദ്യമായി പറഞ്ഞത്. അയാൾ സത്യവാനാണ്. ദുരാചാരങ്ങളിൽ പറ്റി നിൽക്കുന്ന മാലിന്യത്തെ അയാൾ വെറുക്കുന്നു. എന്റെ ഭർത്താവോ? എന്തടി ഈ ആവർത്തനത്തിന്റെ ആവശ്യം? നിന്റെ ഭർത്താവ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അയാൾ അങ്ങനെ പറയുന്നെങ്കിൽ അയാളുടെ ശപിക്കപ്പെട്ട ആത്മാവ് അല്പാൽപമായി അനുദിനം നരകിച്ച് നശിക്കണേ ഭഗവാനെ. അയാൾ പറഞ്ഞത് പരമവഞ്ചന. അയ്യോ, ഈ കെട്ട ദുർഭൂതത്തെ അവർ എത്ര അനാവശ്യമായി ക്രമാതീതമായി സ്നേഹിച്ചു. നീ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഈ കാര്യത്തിൽ എനിക്കുള്ള സഹനശക്തിയുടെ പകുതി പോലെ ഹിംസാശക്തി തനിക്കില്ല. ബുദ്ധിയില്ലാത്ത കഴുതേ. എടോ, മണ്ണിന് പോലും തന്നേക്കാൾ വിവേകമുണ്ട്. താൻ ഇന്ന് ഈ ചെയ്ത പ്രവൃത്തി വേണ്ട, പേടിപ്പിക്കണ്ട. തന്റെ വാൾ എനിക്ക് പുല്ലാണ്. തന്നെ കൊണ്ട് ഇതിനുത്തരം ഞാൻ പറയിക്കാതിരിക്കില്ല. ഇല്ല, 20 പ്രാവശ്യം അതിനു വേണ്ടി മരിച്ചാലും ശരി. സഹായിക്കണേ, സഹായിക്കണേ. ഈ മൂറിന്റെ സ്വാമിനിയെ കൊന്നേ. കൊലപാതകം, കൊലപാതകം. അയ്യോ, അയ്യോ. യാഗോ, നിങ്ങൾ വന്നു. അയ്യ, നല്ല വ്യാപാരമാണ്. കണ്ടവരൊക്കെ അവരുടെ കൊലക്കുറ്റം നിങ്ങളുടെ തലയിലാണ് ചുമത്തുന്നത്. നിങ്ങൾ സത്യവാനെങ്കിൽ ഈ ഖലൻ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കൂ. അയാളുടെ ഭാര്യ ദുർവൃത്തിയായിരുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞതായി ഇയാൾ പറയുന്നു. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ അത്രയ്ക്ക് ദുഷ്ടനല്ല. പറയൂ, എന്റെ ഹൃദയം പൊട്ടുന്നു. പറയൂ യാഗോ, ഒന്ന് പറയൂ. എനിക്ക് യഥാർത്ഥമെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സ്വന്തം അന്വേഷണത്തിൽ സംഭാവ്യമെന്നും സത്യമെന്നും അദ്ദേഹം അറിഞ്ഞിട്ടുള്ളതിൽ കൂടുതലായി ഞാൻ യാതൊന്നും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും അവർ ദുർവൃത്തയാണെന്ന് പറഞ്ഞു? പറഞ്ഞു. താൻ ഒരു കള്ളമാണ് പറഞ്ഞത്. നീചവും നിന്ദ്യവുമായ കള്ളം. എന്റെ ആത്മാവിനാണ് കള്ളം. അവർ കാശോയുടെ കൂടെ ദുരാചാരത്തിൽ ഏർപ്പെടുകയോ? കാശോയുടെ കൂടെ എന്നാണോ താൻ പറഞ്ഞത്? അതേ പെണ്ണെ, കാശിയോയുടെ കൂടെ. നോക്ക്, വർത്തമാനം നിർത്ത. ഇല്ല, ഞാൻ വർത്തമാനം നിർത്തുകയില്ല. എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. എന്റെ സ്വാമിനിയാതാ ആ കിടക്കി കൊന്നിട്ടിരിക്കുന്നു. സ്നേഹിതന്മാരെ, നിങ്ങൾ കണ്ണുമിഴിക്കേണ്ട. അത് വാസ്തവം തന്നെയാണ്. പൈശാചികമായ കൃത്യം. ചതി, ചതി. ഞാൻ കാണുന്നു, എല്ലാം കാണുന്നു. ഞാനത് മണക്കുന്നു. അയ്യോ, കൊടും ചതി. എനിക്ക് അപ്പോഴേ തോന്നി. ദുഃഖം കൊണ്ട് ഞാൻ ചാകും. അയ്യോ, ചതി, ചതി. എന്തോ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? പറയുന്നത് കേൾക്ക്. വീട്ടിൽ പോ. പ്രഭുക്കന്മാരെ, സംസാരിക്കാൻ എന്നെ അനുവദിക്കണം. ഈ മനുഷ്യനെ അനുസരിക്കുന്നത് എന്റെ ധർമ്മമാണ്. എന്നാൽ തൽക്കാലമല്ല. ഒരു പക്ഷേ യാഗോ, ഞാനിനി ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങുകയില്ല. അതെ, അങ്ങനെ കിടന്ന അമർ ഈ ഭൂമിയെ അധിവസിച്ച ആത്മാക്കളിൽ വെച്ച് ഏറ്റവും സുന്ദരമായതിനെയാണ് താൻ നശിപ്പിച്ചത്. അയ്യോ, അവൾ പങ്കിലയായിരുന്നു. അല്ല, ടെസ്റ്റിമോണിയുടെ ചിറ്റപ്പൻ ഗ്രീഷ്യാനു പ്രഭുവോ, ഞാൻ അങ്ങേ ഇറങ്ങിയതേയില്ല. അതാ കിടക്കുന്നു മകൾ. ഈ കൈകൾ തന്നെയാണ് അല്പനിമിഷങ്ങൾക്ക് മുൻപ് അവരുടെ ശ്വാസം തടഞ്ഞു നിർത്തിയത്. ഈ കൃത്യം ക്രൂരവും ഭയങ്കരവുമായി തോന്നുമെന്ന് എനിക്കറിയാം. കുഞ്ഞി ഡെസ്റ്റമോണ, നിന്റെ അച്ഛൻ മരിച്ചതിൽ ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. അയ്യോ, ഇതെത്രയോ ദയനീയമാണ്. എങ്കിലും അവൾ കാശോയുമായി ആ ഹീനബന്ധം വരിച്ചിരുന്നുവെന്ന് യാഗോയ്ക്കറിയാം. കാശോ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ ദിവ്യാനുരാഗത്തിൻ്റെ പാപന ചിഹ്നമായി ഞാൻ ആദ്യമായി അവൾക്ക് നൽകിയ കൈലേസ് കൊണ്ട് കാശോയുടെ ഗർഭിണീയമായ പ്രണയത്തെ ഇവർ സമ്മാനിച്ചു. ആ കൈലേസ് ഞാൻ തന്നെ അവന്റെ കയ്യിൽ കണ്ടു. അത് ഞാൻ പറയും, അത് ഞാൻ പറയും. ഞാൻ മിണ്ടാതിരിക്കയോ? അടക്കമില്ലാതെ ഇടവിടവില്ലാതെ പുലമ്പുന്ന വടക്കൻ കാറ്റിനെ പോലെ ഞാൻ മിണ്ടും. ഈശ്വരനും മനുഷ്യനും പിശാചും എല്ലാരും എന്നോട് കയർക്കട്ടെ.
എന്നാലും ഞാൻ മിണ്ടും. ബുദ്ധിശൂന്യമായി പെരുമാറാതെ വീട്ടിൽ പോ. എനിക്കിപ്പോൾ മനസ്സില്ല. ഒരു സ്ത്രീയുടെ നേർക്ക് ആയുധം വാങ്ങുന്നു. ഹേ ബുദ്ധിശൂന്യനായ മൂറെ, ആ കൈലേസ് യാദൃച്ഛികമായി എനിക്ക് കിട്ടി. ഞാൻ അതെന്റെ ഭർത്താവിന് കൊടുത്തു. അയാൾ അത്ര നിർബന്ധത്തോടും ആഗ്രഹത്തോടും അതിനു വേണ്ടി വളരെ പ്രാവശ്യം ആവശ്യപ്പെട്ടിരുന്നു. വിശ്വസിക്കാൻ കൊള്ളാത്ത കൊല്ലട്ട. അവൾ അത് ക്യാഷ്വയ്ക്ക് കൊടുക്കുക. ശുദ്ധ കളവാണ് നീ പറയുന്നത്. ഈശ്വരനാണ്, ഞാൻ കളവല്ല പറയുന്നത്. അല്ല പ്രഭുക്കന്മാരെ, അല്ല. അയ്യോ, ബുദ്ധിയില്ലാത്ത കൊലപാതകി. ഇത്ര തിരുമഠയനായ ഒരു ഭർത്താവ് ഇത്ര ഗുണവതിയായ ഒരു ഭാര്യയെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇവന്റെ തലയിൽ വീഴാൻ ഈശ്വര അവിടെ ഇടുത്തിയൊന്നുമില്ലെന്നോ? മഹദ്രോഹി! അന്നിവിടെ തന്നെ മുൻകൂട്ടി കാവൽ നിൽക്കണം. ഞാൻ അവനെ പോയി പിടിച്ചോണ്ട് വരാം. എന്നെ എന്റെ സ്വാമിനിയുടെ കൂടെ കിടത്തണം. ഈ മുറിയിൽ ഇനിയും ഒരുപാട് ഞാനൊരു യുദ്ധവീരനമല്ലാതായി. വെറും കളിപ്പിള്ളർ പോലും എന്നെ നിരായുധനാക്കുന്നു. സത്യവും ധർമ്മവും നശിച്ചതിന് ശേഷം എന്തിനു മാനം മാത്രം ശേഷിക്കുന്നു? എല്ലാം പോകട്ടെ. ദേവി, നോക്കൂ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമോ? മോറെ, ഇവർ സുചരിതയായിരുന്നു. നിങ്ങളെ ഉള്ളഴിഞ്ഞ് സ്നേഹിച്ചു. നിർദ്ദയനായ മൂറെ, ഞാൻ പറയുന്നത് സത്യമെങ്കിൽ മാത്രം എൻ്റെ ആത്മാവിന് സദ്ഗതി ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ വേണ്ട. ഞാൻ ചാകുന്നു. അയ്യോ, ഭാഗ്യഹീനിയായ കുഞ്ഞെ, നീ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നിന്റെ വസനം പോലെ പാണ്ഡുരം. ഞാൻ ഈശ്വര സന്നിധിയിൽ അന്തിമ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ നിന്റെ ഈ രൂപം എൻ്റെ ആത്മാവിനെ അവിടെ നിന്ന് നരകത്തിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചെറിയും. പിശാചങ്ങൾ അതിനെ എത്തിപ്പിടിക്കും. തണുത്ത് തണുത്ത് എൻ്റെ ഓമനെ ഹിമധവളമായ നിന്റെ ചരിത്രം പോലെ നശിച്ചു നശിച്ച നീചാത്മാവേ, ഇവനെ ചാട്ട കൊണ്ടടിക്കും പിശാചങ്ങളെ. ഈ സ്വർഗീയ ദർശനത്തിന് അനുവദിക്കാതെ അടിച്ചു വായിക്കുവിൻ. കൊടുങ്കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറത്തുവിൻ. ഗന്ധകജ്വാലയിലിട്ട് പൊരിക്കുവിൻ. ദ്രാവകവന്യ തടാകങ്ങളിൽ ഇവനെ അടിവരെ താഴ്ത്തുൻ. അയ്യോ, ഡെസ്ഡെമോന, ഡെസ്ഡെമോന, മരിച്ചോ? നീ മരിച്ചോ? അയ്യോ, ആ അവിവേകയെ അത്യന്ത ഭാഗ്യദോഷി എവിടെ? ഡൊഡോവിക്കോ, ഒഥല്ലോ എന്ന് വിളിച്ചിരുന്നവനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇതാ ഞാൻ. ആ അണലിപ്പാം ബിയാഗോ എവിടെ? ആ ഖലനെ ഇങ്ങോട്ട് നീക്കി നിർത്തിൻ. കുളമ്പ് കാണാൻ ഞാൻ അവന്റെ പാദത്തിലേക്ക് നോക്കുന്നു. പക്ഷെ അതൊരു കെട്ടുകഥയാണ്. നീ ചെയ്താനെങ്കിൽ എന്റെ ആയുധത്തിന് നിന്നെ ക്ഷതപ്പെടുത്താൻ സാധിക്കില്ല. വിളിച്ചു വാങ്ങിന ആ വാൾ അയാളുടെ കയ്യിൽ നിന്ന്. രക്തം വല്ലാതെ ഒഴുകുന്നു. എങ്കിലും ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ മരിക്കുകയില്ല. അതിൽ ഞാൻ ഖേദിക്കുന്നില്ല. യാഗോ, നീ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെന്നാൽ മരിക്കുന്നത് പരമാനന്ദമായിട്ട് എനിക്ക് തോന്നുന്നു. ഒതല്ലോ, ഒരു കാലത്ത് നിങ്ങൾ എത്ര നല്ലവനായിരുന്നു. ഒരു നശിച്ച ദുഷ്ടന്റെ ഏഷണിയിൽ അകപ്പെട്ട് ഇത്രമാത്രം അധപ്പതിച്ച നിങ്ങളെപ്പറ്റി എന്താണ് പറയുക? എന്തെന്നോ എന്തെങ്കിലും വേണമെങ്കിൽ ധർമ്മബോധമുള്ള ഒരു കൊലപാതകയെന്ന്. എന്തുകൊണ്ടെന്നാൽ പ്രഭു, ഞാൻ വിദ്വേഷത്തോടു കൂടി ഒന്നും തന്നെ പ്രവർത്തിച്ചിട്ടില്ല. എല്ലാം ന്യായത്തെയും ധർമ്മത്തെയും മുൻനിർത്തിയായിരുന്നു. ഒതല്ലോ, നിങ്ങൾ ഈ മുറിവിട്ട് ഞങ്ങളുടെ കൂടെ വരണം. നിങ്ങളുടെ അധികാരങ്ങളും ഉദ്യോഗവും നിങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നു. കാഷിയോ തൽക്കാലം സൈപ്രസ് ഭരിക്കട്ടെ. ഈ ഖലനെ ദീർഘകാലത്തേക്ക് മരണവേദന അനുഭവിപ്പിക്കാൻ വല്ല ഉപായവുമുണ്ടോ എന്ന് തിരക്കേണ്ടിയിരിക്കുന്നു. വെനീസിലെ അധികാരികൾ നിങ്ങളുടെ കുറ്റമറിഞ്ഞ് എന്തെങ്കിലും തീരുമാനം ചെയ്യുന്നതുവരെ
നിങ്ങൾ നിഷ്കൃഷ്ടമായ ബന്ധനത്തിലായിരിക്കും. വരണം, എല്ലാവരെയും കൊണ്ടുവരിൻ. അല്പം ക്ഷമിക്കണേ. നിങ്ങൾ പോകുന്നതിന് മുൻപ് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ രാജ്യത്തിന് കുറച്ച് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതവർക്കറിയാം. അത് പോകട്ടെ. ഈ ദുരന്ത സംഭവങ്ങൾ വിവരിച്ച് നിങ്ങൾ അങ്ങോട്ട് എഴുതുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ മുഴുവൻ എഴുതണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നും കുറയ്ക്കേണ്ട. വിദ്വേഷം കൊണ്ട് ഒന്നും കൂടുതലാക്കുകയും വരുത്. അങ്ങനെ സത്യമെല്ലാം എഴുതുന്ന പക്ഷം ബുദ്ധിപൂർവമല്ലെങ്കിലും ക്രമാധികമായി സ്നേഹിച്ച ഒരു മനുഷ്യനെക്കുറിച്ച്, സാധാരണയായി ദുശങ്കയ്ക്ക് അധീനനാകാത്തവനെങ്കിലും ഒരിക്കൽ അധീനനായിപ്പോയാൽ പരിഭ്രാന്തനാകുന്ന ഒരു മനുഷ്യനെക്കുറിച്ച്, അപരിഷ്കൃതനായ ഒരു കാട്ടാളനെ പോലെ അവൻ്റെ സമുദായം ആ സകലത്തെക്കാളും വിലയുള്ള വിശിഷ്ടരത്നത്തെ എടുത്ത് ദൂരത്തെറിഞ്ഞു കളഞ്ഞ ഒരു മനുഷ്യനെക്കുറിച്ച്, കണ്ണുനീരിൻ്റെ നനവറിഞ്ഞിട്ടില്ലാത്ത നയനങ്ങളിൽ കൂടി വർഷത്തുവിലെ ഘോരമാരി ചൊരിയുന്ന ഘനാഘനം കണക്ക് അശ്രുക്കൾ വർഷിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതായി വരും. അത്രയും എഴുതുക. കൂടാതെ ഇതുകൂടി പറയുക, അലപ്പോ ദേശത്ത് വെച്ച് ഒരു തുർക്കിയെ തൊട്ടാൽ ക്രിസ്ത്യാനിയെ കൊലയ്ക്ക് വിധിക്കുന്ന അലപ്പോ ദേശത്ത് വെച്ച് ഒരു നിന്ദാജടിലനായ തലപ്പാവുകാരൻ തുർക്കി ഒരു വെനിസുകാരനെ അടിക്കുകയും വെനിസ് രാജ്യത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ആ അവിശ്വാസിയായ ശ്വാനൻ്റെ ഗളനാളം ഇടത് കയ്യിൽ ഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മാറത്ത് എൻ്റെ കഠാരി പിടിവരെ താഴ്ത്തി ഇങ്ങനെ. ഓമനി, നിന്നെ കൊല്ലുന്നതിന് മുൻപ് ഞാൻ നിന്നെ ചുംബിച്ചു. ഇനി ഇതെല്ലാം എന്ത് ചെയ്യണ്ടു? ഞാൻ മരിക്കുമ്പോൾ ഒരു ചുംബനത്തിൽ മരിക്കുക. നിങ്ങൾ ഇതുവരെ കേട്ടത് ഓതല്ലോ, ഷേക്സ്പിയർ മഹാകവിയുടെ പ്രസിദ്ധ നാടകത്തിന്റെ റേഡിയോ ആവിഷ്കരണം. റേഡിയോ ശില്പമാക്കിയത് കൈനിക്കരയം കുമാരപിള്ള. പങ്കെടുത്തവർ കെ സേതുലക്ഷ്മി, ടി പി രാധാമണി, കൈനിക്കര കുമാരപിള്ള, പി കെ വീരരാഘവൻ നായർ, എം പി മന്മഥൻ, ജി വിവേകാനന്ദൻ, മാർത്താണ്ഡം സോമൻ നായർ, ശങ്കരൻകുട്ടി, പി ഗംഗാധരൻ നായർ. സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ.